സമ്മതിക്കുക. ഈ ആക്സിഡന്റ് മുന്നേ വരെ അങ്ങനെ അത്ര സമ്മതിച്ചില്ല. പക്ഷെ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരൊക്കെ സമ്മതിച്ചു. ആക്സിഡന്റിന് മുമ്പില് നിങ്ങളുടെ പ്രണയം സമ്മതിച്ചില്ല? ആക്സിഡന്റ് കുറെ അടിപിടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആക്സിഡന്റ് കഴിഞ്ഞ നമ്മുടെ സ്റ്റാൻഡപ്പ് ജഡ്ജി ഉണ്ടെന്ന്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രണയിക്കാൻ എല്ലാവർക്കും പേടിയാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും പേടിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ ചെറുപ്പക്കാരനായിക്കോട്ടെ ചെറുപ്പക്കാരികളായിക്കോട്ടെ എല്ലാവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളർന്നു വരുന്ന 15ഉം 20 വയസ്സുള്ള കുട്ടികൾ മയക്കുമരുന്നിനടിമയാവുക. എന്നിട്ട് അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഒരു മനുഷ്യനെ പച്ചയായി കൊല ചെയ്യാനും ഒന്നും തന്നെ മടിയില്ലാത്ത കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടു. നമ്മൾ ഷിബിലി വധക്കേസ് കണ്ടു. അതിൻ്റെ ആ ജീവിതം നഷ്ടമായത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ പ്രതികരിക്കണമെന്ന് തോന്നിയില്ല. കാരണം നമ്മുടെ മനസ്സൊക്കെ പതറിപ്പോവും. കാരണം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് വീട്ടുകാരെ തള്ളിപ്പറഞ്ഞ് കൂടെ പോയിട്ട് 5 വർഷം ജീവിച്ചപ്പോൾ ഒന്നും നോക്കാതെ അതിനെ കൊല ചെയ്യാനുള്ള ആ മനസ്സ് ആ പയ്യനുണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ പിന്നെ നമുക്ക് ഇന്ന് ഒന്നും തന്നെ പറയാനും ഉള്ള ഒരു ഇതില്ല. കാരണം നമ്മുടെ കോടതി വിധിയായിക്കോട്ടെ, നമ്മുടെ അതായത് ഒരു തെറ്റ് ചെയ്യുന്ന ഒരാൾക്കാർക്ക് ഇന്ന് കൊടുക്കുന്ന പരിഗണന കാണുമ്പോഴുണ്ടല്ലോ പുച്ഛം തോന്നുകയാണ്. നമുക്കറിയാം അഫാൻ്റെ കാര്യങ്ങളറിയാം. അതുപോലെ തന്നെയാണ് 5 പേരെ കൊന്നിട്ടാണ് അഫാൻ്റെ കാര്യങ്ങളൊക്കെ വാർത്തയിൽ കൂടെ അറിയുന്നത്. അഫാൻ ഉമ്മയോട് മിണ്ടണം, അതായത് വാപ്പയോട് മിണ്ടാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു, അല്ലെ അഫാൻ്റെ വീട്ടുകാർക്ക് വീട് വെച്ചൊരുക്കി കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടല്ലോ പേടി തോന്നുകയാണ്. കാരണം ഒരു മനുഷ്യനെ കൊന്നിട്ട് ചെല്ലുന്ന ആൾക്കാർക്ക് നമ്മുടെ വിധിയും കാര്യങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ശിക്ഷയും കാര്യങ്ങളും ഒക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് പുച്ഛം തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും, പ്രണയിക്കുന്നവരെ കൊല്ലുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരെ ചിലപ്പോൾ അവരത് എന്തെങ്കിലും കാരണത്താൽ വിട്ടുപിരിയുന്നവരെ കൊല്ലുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും പറയാനുള്ള കാരണം നമ്മുടെ മനസ്സിൻ്റെ ആ വേദനയാണ്. കാരണം നമ്മൾ ഡെയിലി കാണുന്ന ഓരോരോ വാർത്തകൾ കാണുമ്പോൾ ഉണ്ടല്ലോ ഉണ്ടാകുന്ന ആ ടെൻഷൻ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ആ പ്രണയം കാണുമ്പോഴുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു പോവും. ജ്യോതിക എന്ന് പറയുന്ന ആ പെൺകുട്ടി യദുവിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ആ പെൺകുട്ടികളുടെ ഓരോരോ വാക്കുകളിലും അതുപോലെ തന്നെ അവരുടെ ഓരോരോ നോട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച തൻ്റെ ജീവിത പങ്കാളിയായിക്കോട്ടെ ഒരു അപകടം പറ്റി നെഞ്ചിന് താഴെ തളർന്നിരിക്കുകയാണ്. എന്നിട്ട് കൈവിടാതെ ചേർത്ത് നിർത്തുന്നത് കാണുമ്പോഴുണ്ടല്ലോ ആ യദുവിൻ്റെ മുഖത്തെ ആ സന്തോഷം കാണുമ്പം തന്നെ അറിയാം തനിക്ക് അങ്ങനെ ഒരു അപകടം പറ്റിയിട്ടും തന്നെ ചേർത്ത് പിടിച്ച് നിർത്തുന്ന ജ്യോതികയുടെ ആ ജ്യോതിക കൊടുത്ത ആ സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് യദു അത്രയും നല്ല സന്തോഷത്തോടെ ആയിക്കോട്ടെ അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഒരിക്കലും യദുവിനെ കണ്ട് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി എനിക്കിനി അങ്ങനെ എന്തെങ്കിലും ദൈവം സഹായിച്ച ആ പയ്യനെ എണ്ണീറ്റ് നടക്കാൻ ഉള്ള എല്ലാ ഭാഗ്യവും കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിലും നമ്മളൊക്കെയാണെങ്കിൽ തളർന്നു പോകും. ഞാനൊക്കെയാണെങ്കിൽ എപ്പോഴേ തളർന്നു പോകും. ഇനി എത്ര പേര് സപ്പോർട്ട് നിന്നാലും നമുക്കൊക്കെ ടെൻഷനാണ്. കാരണം നമ്മുടെ അവസ്ഥയെപ്പറ്റി ഓർക്കും, ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ. പക്ഷേ യദുവിനെ കാണുമ്പോഴുണ്ടല്ലോ ആ മുഖത്തെ സന്തോഷം തന്നെ കണ്ടാൽ അറിയാം ജ്യോതിക കൊടുക്കുന്ന സപ്പോർട്ടും കെയറിങ്ങും അതുപോലെ തന്നെ ആ സ്നേഹവും എല്ലാം യദുവിൻ്റെ മുഖത്തെടുത്തറിയിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഓരോരോ നോട്ടത്തിലും അവരുടെ ആ ലവ് സ്റ്റോറി കേൾക്കുമ്പോൾ അവർ പറയുമ്പോഴും അവരുടെ ആ 2 പേരെ മനസ്സിൻ്റെ ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള അവരെ ദൈവം അവരുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹവും കൊടുത്ത് അതുപോലെ തന്നെ യദുവിനെ എണ്ണീറ്റ് നടക്കാനും നമുക്കും കാണാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതായത് ജ്യോതികയുടെ വീട്ടുകാരുടെ സപ്പോർട്ട്.
ഇങ്ങനൊരു അവസ്ഥയായിട്ട് ആദ്യം ജ്യോതിക അവിടെ പറയുന്നുണ്ട്, ആദ്യം എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ലായിരുന്നു, പക്ഷേ ഇങ്ങനൊരു അവസ്ഥ കേട്ടപ്പോൾ അവർ കട്ട സപ്പോർട്ട് നിന്നു. നമുക്കറിയാം ഒട്ടുമിക്ക മാതാപിതാക്കളും ഇങ്ങനെയൊക്കെ അറിയുമ്പോൾ ഒരിക്കലും അവർ സപ്പോർട്ട് നിൽക്കത്തില്ല. അവർ വേണ്ട, കാരണം അവരുടെ മകളുടെ ജീവിതത്തെ പറ്റി ഓർക്കുമ്പോൾ അവർക്കൊരു ടെൻഷനാണ്. അതൊരിക്കലും ആ മാതാപിതാക്കളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനത്തെ മാതാപിതാക്കളുണ്ടല്ലോ, കാരണം മോളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ, കാരണം ആ പയ്യൻ്റെ അവസ്ഥ കണ്ടിട്ടും കൂടെ നിൽക്കാനുള്ള ആ മനസ്സ് കാണിച്ച ആ മാതാപിതാക്കൾക്ക് വേണം ബിഗ് സല്യൂട്ട് കൊടുക്കുക. ഇന്ന് ഒട്ടുമിക്ക മാതാപിതാക്കൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ ഓരോരോ പോക്ക്. പക്ഷേ ഇത്രയും മകൾക്ക് സപ്പോർട്ട് നിന്ന് അതുപോലെ തന്നെ ആ പയ്യനെയും സംരക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ച ആ മാതാപിതാക്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട്.